രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കൊല്ലത്ത് വർണ്ണാഭമായ തുടക്കം. ആശ്രാമം മൈതാനത്ത് നടക്കുന്ന മേള ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മെയ് 14 മുതൽ 20 വരെയാണ് പ്രദർശനമേള. ഇടതുപക്ഷ സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് ആശ്രമം മൈതാനത്ത് സംഘടിപ്പിക്കുന്നത്. 79,000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ളതാണ് പ്രദർശന നഗരി. 90ഓളം സർക്കാർ വകുപ്പുകളുടെയും 150ലധികം സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ, വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമാക്കുന്ന സർവീസ് സ്റ്റാളുകൾ, 2000 ചതുരശ്ര അടിയിൽ PRDയുടെ എന്റെ കേരളം 1ാമത് ചിത്രീകരണം എന്നിങ്ങനെ വിവിധ സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലുള്ളതാണ് പ്രദർശനമേള ക്രമീകരിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി കേന്ദ്രം തകർക്കാൻ ശ്രമിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ നികുതിയേതര വരുമാനം അടുത്ത വർഷം 1,05,000 കോടിയാകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 33,000 കോടിയാണ് 2021-22 വർഷത്തിൽ നമ്മുടെ RD ഗ്രാന്റ്, അതുപോലെ GST കോമ്പൻസേഷൻ, മറ്റു തുകകൾ എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് കിട്ടിയത് 33,000 കോടിയാണ്. ഈ വർഷം എത്ര കിട്ടുന്നതെന്ന് അറിയോ? 6,000 കോടി. ഈ കണക്ക് കള്ളം പറയില്ല. കേരളത്തിന്റെ സമഗ്ര മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതും മാറുന്ന കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്നതുമാണ് എക്സിബിഷൻ. കേരളത്തിൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ വികസനം ചെയ്യുന്നതിന് സഹായം നൽകിയ പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുടേതെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഏകദേശം 1,00,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വിവിധ വകുപ്പുകളിലായിട്ട് ഇപ്പോൾ കിഫ്ബി വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡുകളും പാലങ്ങളും ആശുപത്രികളും മാത്രമല്ല, നല്ല സ്കൂളുകളും എല്ലാ അടിസ്ഥാന സൗകര്യവും, അതോടൊപ്പം തന്നെ ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങി വളരെ വലിയ സ്ഥാപനങ്ങൾ എല്ലാം കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഫലമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും വിവിധ വകുപ്പുകളുടെ സെമിനാറുകളും വൈകിട്ട് കലാപരിപാടിയും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശനം. പ്രവേശനം സൗജന്യമാണ്. റിപ്പോർട്ടർ, കൊല്ലം.